അവൻ പറഞ്ഞത് ശരിയായി. ഇപ്പൊ എല്ലാവരും ഇരുമുടി കയറി പിടിച്ചിരിക്കുക. വല്ല പറമ്പിലും ഹൈ ജമ്പ് ലോങ് ജമ്പ് എന്ന് പറഞ്ഞ് നടന്നവനെ പൊളിറ്റിക്സ് കളിപ്പിച്ച് നശിപ്പിച്ചു. ഇപ്പൊ എന്തായി? അവൻ പൊളിറ്റിക്സിൽ ഹൈ ജമ്പും ലോങ് ജമ്പും കളിക്കാൻ തുടങ്ങി. അത് വളരെ ശരിയാ. അവൻ തന്ന ഈ ഐഡിയ അത്ര വലിയ സംഭവമൊന്നുമല്ല. അതും ശരി. ഇപ്പോഴത്തെ കൊച്ചു കുട്ടികൾക്ക് വരെ താമിണ്ടരുത്. 4 ദിവസമായി അണ്ണാച്ചികൾ ഇവിടെ കിടന്ന് ഡപ്പാങ്കുത്ത് കളിച്ചപ്പോ തനിക്ക് തോന്നിയില്ലല്ലോ? എന്തായാലും ജഗന്നാഥനെ മുളയിലെ നുള്ളിക്കോ കുഞ്ഞപ്പ. അവനെ തൊടുന്നതെല്ലാം പൊന്ന. അല്ലെങ്കിലും ഒരു പ്രശ്നത്തിൽ നൂരാൻ വേറൊരു പ്രശ്നം ഉണ്ടാക്കുന്നത് ഒരുതരം ചീപ്പ് ഏർപ്പാടാണ്. അത് വളരെ ശരിയാ. ഇതൊക്കെ ഈ നാട്ടിൽ നടക്കും, വേറെ വല്ല നാട്ടിൽ നടക്കുവോ? എപ്പ കമ്പി എണ്ണിന്ന് ചോദിച്ചാ മതി. ആ പറഞ്ഞ ഒന്ന് റീവൈൻഡ് ചെയ്ത്. കമ്പിയല്ലേ? കമ്പി എണ്ണി. കമ്പി അവിടെ നിൽക്കട്ടെ, കുറച്ചുകൂടെ റീവൈൻഡ് ചെയ്ത്. ഇതൊക്കെ ഇവിടെ അല്ലാതെ വേറെ വല്ല നാട്ടിൽ നടക്കും? വേറെ വല്ല നാട്? അത് ചോദ്യം. ഇതല്ലേ നീ ഒരു സിംഹക്കുട്ടിയാന്ന് പറയുന്നത്? അതും ശരിയാ. Don't clap. My ratings are down the hole too. I'm working on it, John. I'm trying to get a consultant from India. Whatever. Trust me, John. Oh! Your fault. Go do some goddamn work. Hey, go get the club. Come on. എമർജിങ് കേരള. താങ്ക് ഗോഡ്. അച്ചായ, ഹലോ. ബുദ്ധിമുട്ടിക്കുന്നത് ക്ഷമിക്കണം അച്ചായ. അത്രയ്ക്ക് അർജന്റ് ആയതുകൊണ്ടാ. ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് ശരിയാക്കി താ അച്ചായ. ഞാൻ അച്ചായന് കേരളത്തിലൊരു താജ്മഹൽ വെച്ച് തരും. എന്നാ നീ ആ താജ്മഹലിനുള്ള സ്ഥലം നോക്കൂ. ഏ? കാശായിട്ടൊന്നും വേണ്ട, പേഴ്സണലായിട്ട് എനിക്ക് എന്തോ വരുമെന്ന് പറ. എന്താണ് എരി വെയിലത്തുനിന്ന് ഒരു പഞ്ചാരയടി? പുതിയ സോളാർ വല്ലതും ആണോ? അല്ല, കൂട്ടുകാരൻ്റെ ഭാര്യ. മിനിസ്റ്റർ അവിടെ സാറിന് വേണ്ടി വെയിറ്റിംഗാ, കളിച്ചോണ്ടിരിക്കുക. അടിച്ചാ കൊള്ളുന്ന തരത്തിൽ ആ ബോൾ എടുത്ത് പോയി. പൊക്കത്ത് പോയി. ഹലോ ജഗന്നാഥൻ, താൻ ഒരു തോട്ടി എടുത്തോണ്ട് പാടൂ, നമുക്കൊരു തട്ട് തട്ടാം. അല്ലേ, കുറച്ചുകൂടെ വലിയ ബോൾസ് വെച്ചാ കളിച്ച ശീലം. സത്യം, ഇതൊന്ന് അടിച്ച് ഓട്ടയിലിടാനുള്ള പാട്. പിന്നെ ഇന്നത്തെ കാലത്ത് നാട്ടിലുള്ള ബിഗ് ഷോട്ട്സിനെയൊക്കെ മുട്ടണമെന്നുണ്ടെങ്കിൽ ഇത് പഠിച്ചേ ഒക്കത്തുള്ളൂ. സത്യശീല നോക്കി നിൽക്കാതെ കൂളറിൽ നിന്ന് ഒരു ബിയർ എടുത്തോട് ജഗന്നാഥൻ. ഞാൻ ഈ കളിയും കുടിയും കൂടെ മിക്സ് ചെയ്യാറില്ല സാർ. അതാണ് ഉത്തമ സ്പോർട്സ്മാൻ. അല്ല, സർക്കാർ ഭൂമി തന്നു, തറക്കല്ലിട്ടു, വർഷം 2 ആവുന്നു. എന്തായി തന്റെ സ്പോർട്സ് അക്കാഡമി? തുടക്കത്തിൽ ആവേശമൊക്കെ പോയോ? ഇല്ല, കാശിന് ഇത്തിരി പ്രശ്നമുണ്ട് സാർ. ബാക്കിലോട്ട് ഇക്കൊല്ലം തന്നെ പണി തുടങ്ങണം. ഭരണം മാറാൻ ഇനി 2 വർഷം കൂടെ ഉള്ളൂ. അതിനു മുമ്പ് സ്പോർട്സ് അക്കാഡമി കെട്ടിപ്പൊക്കി ക്ലാസ് തുടങ്ങിക്കൊള്ളണം. അടുത്ത സർക്കാർ വന്ന പുതിയ മോളെന്നവിടെ കെട്ടിപ്പൊക്കും. അതാ ഇപ്പൊ ട്രെൻഡ്. നീ ഒന്ന് മാറി നിന്നേ, കുറച്ചൊന്ന് മാറി നിൽക്കണേ. പ്രത്യേക തരത്തിലുള്ളൊരു ഷോട്ടായത്. ഇത് റിഹേഴ്സൽ, ഇനിയാണ് ഒറിജിനൽ. പൊക്കത്തി വെക്കാൻ പറഞ്ഞ കേട്ടില്ല. അല്ലെങ്കിലും കയ്യിൽ കാശില്ല എന്ന തന്റെ നമ്പർ എൻ്റെ അടുത്ത് ചെലവാവില്ല. കാശ് അതെങ്ങനെ വേണേലും ഉണ്ടാക്കാം. ഈ സ്പോർട്സ് അക്കാഡമി ഒരു ബിൽഡിംഗ് മാത്രമല്ല സാർ, ഒരു ജനതയുടെ ഭാവിയും സ്വപ്നങ്ങളും വാർത്തെടുക്കുന്ന ഒരു സ്ഥാപനമല്ലേ. അതിപ്പോൾ കെട്ടിപ്പടുക്കാനുള്ള കാശ് നേരും നിറയും ഉള്ളതാകണമെന്ന് എനിക്കൊരു വാശിയുണ്ട്. ഈ വാശിയുടെ അസുഖം തനിക്കുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിളിപ്പിച്ചത്. ഒന്നുമില്ലെങ്കിലും താൻ എന്നെ കുറേ തവണ കുഴിയെന്ന് വലിച്ചു കയറ്റിയതല്ലേ, ഞാനും തിരിച്ചെന്തെങ്കിലും ചെയ്യണ്ടേ? 3 മാസത്തെ പണി, 30 കോടി രൂപ. ലൊക്കേഷൻ അമേരിക്ക, കറൻസി ഡോളേഴ്സ്. നോക്കുന്നു.